ഓം ശ്രീ സായിരാം. സ്വാമിയുടെ പാതാരവിന്ദങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അന്തർശൗചയജ്ഞത്തിന്റെ 36-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് അനുപ്രേം, ഭജന പാടുന്നത് സങ്കീർത്തന. അനുപ്രേം 3 ഓംകാരവും 3 സായികാര്യത്തിന് പറഞ്ഞുകൊണ്ട് വായിച്ചോളൂ. സായിരാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. സായിറാം. രാമകഥ രസവാഹിനി, അധ്യായം 26. ഉപരോധം. അംഗദൻ മടങ്ങിയെത്തി വിവരങ്ങൾ പറഞ്ഞപ്പോൾ ശ്രീരാമൻ തന്റെ പ്രധാന നായകന്മാരുമായി കൂടിയാലോചിച്ചു. പൊതുകാര്യങ്ങൾ എപ്പോഴും ചർച്ചയിലൂടെ തീരുമാനിക്കണമെന്നും തന്നിഷ്ടപ്രകാരം ചെയ്തുകൂടാ എന്ന പാഠവും രാമൻ നൽകുന്നു. അതിൽ പ്രകാരം കിഴക്കേ കോട്ടയിലേക്ക് നളന്റെ നേതൃത്വത്തിലും പശ്ചിമ കവാടത്തിൽ ഹനുമാനും ദക്ഷിണ കവാടത്തിലേക്ക് അംഗദന്റെ നേതൃത്വത്തിലും ഉത്തര കവാടത്തിൽ ശ്രീരാമൻ സ്വയവും സേനയെ നയിക്കുന്നു. ഉത്തര കവാടത്തിൽ രാവണൻ തന്നെയാണ് രാമനെ നേരിടുവാൻ നിന്നിരുന്നത്. ഇരുട്ടുന്നതുവരെ വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. രാക്ഷസന്മാർ നിശാചരന്മാർ ആയിരുന്നതിനാൽ രാത്രിയുടെ അന്ധകാരത്തിന്റെ മറവിൽ അകമ്പൻ, അതികായൻ എന്നീ രാക്ഷസരുടെ നേതൃത്വത്തിൽ അവർ വാനരന്മാരെ ആക്രമിക്കുന്നു. ഇരുട്ടിൽ വാനരന്മാർക്ക് ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ രാമ എന്ന് ഉച്ചത്തിൽ വിളിച്ചു. ശത്രുക്കളുടെ ജാലവിദ്യാ കൗശലം ശ്രീരാമനെ ക്ഷുഭിതനാക്കി. എങ്കിലും അദ്ദേഹം ശാന്തമായി ആഗ്നേയാസ്ത്രം അയച്ചു. അതോടെ ഇരുട്ടകന്ന് പ്രകാശം പരന്നു. വർദ്ധിച്ച വീര്യത്തോടെ അംഗദന്റെയും ഹനുമാന്റെയും നേതൃത്വത്തിൽ അവർ രാക്ഷസരെ തോൽപ്പിച്ച് തുരത്തി. രാവണന്റെ മാതാമഹനായ മാല്യവാൻ രാവണന് സതുപദേശം നൽകുന്നു. സീത ലങ്കയിൽ പ്രവേശിച്ചത് മുതൽ അവിടെ അമംഗളങ്ങൾ നടക്കുന്നു എന്നും ശ്രീരാമന്റെ നേരെ വിദ്വേഷം പുലർത്തരുതെന്നും ലങ്കയെ രക്ഷിക്കണമെന്നും ഉപദേശിച്ച മാല്യവാനെ രാവണൻ ആട്ടിപ്പായിക്കുന്നു. അടുത്ത ദിവസം മേഘനാഥൻ വാനരപ്പടയെ ആക്രമിക്കുന്നു. ഇന്ദ്രനെ വരെ തോൽപ്പിച്ച് ഇന്ദ്രജിത്ത് എന്ന് കീർത്തി നേടിയ യുദ്ധവീരനാണ് മേഘനാഥൻ. മേഘനാഥനെ നേരിടാൻ വാനരസേന ഭയന്നു. മായാവിയായ അയാൾ ഇന്ദ്രജാലം പ്രയോഗിക്കുന്നത് കണ്ട രാമൻ തന്റെ ഒരസ്ത്രത്താൽ അവിടെ പ്രകാശം പരത്തി. ഈ അവസരത്തിൽ ലക്ഷ്മണൻ ഹനുമാന്റെ കൂടെ ചേർന്ന് മേഘനാഥനെ നേരിട്ടു. താൻ പരാജയപ്പെടുമെന്ന് തോന്നിയപ്പോൾ ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച ശക്തി എന്ന ആയുധം ലക്ഷ്മണന്റെ നെഞ്ചിനെ ലക്ഷ്യമാക്കി അയച്ചു. അത് ലക്ഷ്മണന്റെ ഹൃദയഭാഗത്ത് പതിച്ച് അദ്ദേഹം ബോധരഹിതനായി നിലം പതിച്ചു. ലക്ഷ്മണൻ എവിടെ എന്ന് രാമൻ ചോദിക്കുമ്പോഴേക്കും അദ്ദേഹത്തെ ചുമലിൽ വഹിച്ചുകൊണ്ട് ഹനുമാൻ അവിടെ എത്തി. രാമൻ വ്യാകുലനും ദുഃഖിതനുമായതുപോലെ അഭിനയിച്ചു. ദിവ്യനാടകത്തിലെ തന്റെ ഭാഗം നന്നായി ചെയ്യണമല്ലോ. ഈ സമയത്ത് ജാംബവാൻ ലങ്കയിൽ നിന്നും സുഷേണൻ എന്ന വൈദ്യനെ വരുത്തി എത്രയും പെട്ടെന്ന് ലക്ഷ്മണന് ചികിത്സ നൽകണമെന്ന് ഉപദേശിച്ചു. അദ്ദേഹത്തെ കൊണ്ടുവരാൻ നിയുക്തനായ ഹനുമാൻ അദ്ദേഹത്തെ പവനത്തോടുകൂടി രാമസന്നിധിയിൽ എത്തിക്കുന്നു. സുഷേണൻ രാമപാദങ്ങളിൽ വന്ദിച്ച ശേഷം ദ്രോണപർവ്വതത്തിൽ വളരുന്ന വിശിഷ്ടമായ ഔഷധങ്ങൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് ദിവ്യ ഔഷധങ്ങൾ കൊണ്ടുവരാൻ ഹനുമാൻ പോകുന്നു. സുഷേണൻ രാമസന്നിധിയിൽ എത്തിയ വിവരമറിഞ്ഞ രാവണൻ കാലനേമി എന്ന രാക്ഷസനെ സമീപിച്ച് ഹനുമാന്റെ ഗതി മുടക്കുവാൻ പറയുന്നു. ഹനുമാൻ അസാമാന്യനായതിനാൽ തനിക്ക് അതിന് കഴിയില്ലെന്ന് തോന്നിയ
കാലനേമി ഹനുമാന്റെ വഴിയിൽ ഒരു ആശ്രമം സൃഷ്ടിച്ച് ഋഷിയുടെ രൂപത്തിൽ ഇരിക്കുന്നു. മൃതസഞ്ജീവനെ കൊണ്ടുവരാൻ പോകുന്ന ഹനുമാൻ പോകുന്ന വഴിയിൽ തനിക്ക് ദാഹജലം വേണമെന്ന് പറഞ്ഞ് ഋഷി വേഷധാരിയായ കാലനേമിയെ സമീപിക്കുന്നു. ദാഹജലം വേണമെന്നാവശ്യപ്പെട്ട മാരുതിയോട് കമണ്ഡലൂല ജലം കുടിക്കാൻ പറയുന്നു. പക്ഷെ അത് പോരെന്ന് പറഞ്ഞപ്പോൾ തടാകത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ വെള്ളം കുടിക്കുമ്പോൾ ഒരു മുതല ഹനുമാന്റെ കാലിൽ പിടിക്കുന്നു. ഒറ്റയടിക്ക് അതിനെ കൊന്നപ്പോൾ അവിടെ ഒരു ഗന്ധർവൻ പ്രത്യക്ഷപ്പെടുന്നു. ദുർവാസാവു മഹർഷിയെ പരിഹസിച്ചപ്പോൾ അദ്ദേഹം ഗന്ധർവന്മാരായ തന്നെയും സഹോദരനെയും ശപിച്ചു എന്നും മുതലയായി തീർന്ന തനിക്ക് ഹനുമാന്റെ പ്രഹരം കൊണ്ട് ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞു. രാക്ഷസനായ കാലനേമി തന്റെ സഹോദരനാണെന്നും ഋഷിരൂപത്തിൽ ഇരിക്കെയാണെന്നും ഗന്ധർവൻ വെളിപ്പെടുത്തി. ഹനുമാൻ മടങ്ങിപ്പോയി ഗുരുദക്ഷിണ നൽകട്ടെ എന്ന് പറഞ്ഞ് കാലനേമിയുടെ കഴുത്തൊടിച്ചു വധിച്ചു. രാമനാമ ജപത്തോടെ മരിച്ച അയാൾ സദ്ഗതി നേടി. ദ്രോണപർവ്വതത്തിൽ എത്തിയ ഹനുമാന് ഔഷധ സസ്യം ഏതെന്ന് അറിയാൻ കഴിയാത്തതിനാൽ ആ പർവ്വതത്തെ ഇളക്കിയെടുത്ത് കയ്യിൽ വഹിച്ചുകൊണ്ട് ആകാശമാർഗെ പറന്നു. ലങ്കയിലേക്കുള്ള വഴിയിൽ ഭരതനെ കാണുകയും താൻ രാമദാസനായ ഹനുമാനാണെന്ന് പറഞ്ഞ് ഇതുവരെ ഉണ്ടായ എല്ലാ സംഭവങ്ങളും ഭരതനെ അറിയിക്കുന്നു. ലക്ഷ്മണന്റെ വിവരം അറിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോകാൻ ഭരതൻ അഭ്യർത്ഥിക്കുന്നു. പുലരുന്നതിന് മുമ്പ് ഹനുമാൻ മടങ്ങിയെത്തിയതു കണ്ട് എല്ലാവരും ആശ്വസിച്ചു. ഔഷധവീര്യമുള്ള ചെടികളുടെ കുന്നുമായി ഹനുമാനെ കണ്ടപ്പോൾ രാമൻ വളരെ സന്തുഷ്ടനായി. സുഷേണൻ വിശാലകരണി, സന്താനകരണി, സുവർണകരണി, സഞ്ജീവനകരണി എന്നീ ഔഷധങ്ങൾ ലക്ഷ്മണന് നൽകി. ലക്ഷ്മണൻ ഉടൻ തന്നെ ബോധം വീണ്ടെടുത്ത് എഴുന്നേറ്റിരുന്നു. അടുത്ത ദിവസം തങ്ങളുടെ രക്ഷകർത്താവും മാർഗദർശിയുമായ രാമദേവനിൽ നിന്നും ശക്തി സംഭരിച്ച് ധൂമ്രാക്ഷൻ എന്ന അസുരനെ നേരിട്ടു. അയാളെ ഹനുമാൻ വധിച്ചു. തൽസ്ഥാനത്ത് വന്ന് യുദ്ധം ചെയ്ത അകമ്പനെ അംഗദൻ വധിച്ചു. രാവണപുത്രനായ പ്രഹസ്തൻ യുദ്ധത്തിന് വന്നപ്പോൾ നീലൻ അവനെ വധിച്ചു. മഹോദരൻ എന്ന രാക്ഷസനെ ഹനുമാൻ വധിച്ചു. അടുത്ത 5 ദിവസം ഘോരമായി യുദ്ധം ചെയ്ത കുംഭകർണപുത്രന്മാരായ കുംഭനെയും നികുംഭനെയും 6-ാം ദിവസം വധിച്ചു. തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങിയ രാക്ഷസന്മാരും രാവണനും ഉറങ്ങിക്കിടന്നിരുന്ന കുംഭകർണനെ വിളിച്ചുണർത്തി. തന്റെ പുത്രന്മാർ വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കുംഭകർണൻ യുദ്ധസന്നദ്ധനായി. ഹനുമാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാരെല്ലാം കുംഭകർണനോട് ഏറ്റ് പരാജിതരായി. ഇതു കണ്ട ശ്രീരാമൻ കോദണ്ഡവും അമ്പൊഴിയാത്ത ആവനാഴിയുമായി കുംഭകർണനെ നേരിട്ടു. ആദ്യം അയാളുടെ കരങ്ങളും പിന്നെ ശിരസും ഛേദിച്ച് ശ്രീരാമൻ അയാളെ വധിച്ചു. പെട്ടെന്ന് അയാളുടെ ശരീരത്തിൽ നിന്നൊരു തേജസ് ഉയർന്ന് ശ്രീരാമനിൽ ലയിച്ചു. ജപമോ തപമോ ധ്യാനമോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും രാമന്റെ ബാണമേറ്റ് വീരസ്വർഗം നേടിയ അയാൾക്ക് സദ്ഗതി ലഭിച്ചു. മേഘനാഥൻ വീരനും ശൂരനും ഐന്ദ്രജാല വിദ്യയിൽ നിപുണനുമായിരുന്നു. അയാൾ അദൃശ്യനായി ഘോര യുദ്ധം അഴിച്ചുവിട്ടു. ലക്ഷ്മണൻ തന്റെ അസ്ത്രത്തിലേക്ക് രാമന്റെ ചൈതന്യം ആവാഹിച്ച് മറഞ്ഞു നിൽക്കുന്ന മേഘനാഥനു നേരെ പ്രയോഗിച്ചു. അത് നെഞ്ചിൽ തറച്ച് അയാൾ വീണു. ഹനുമാൻ മേഘനാഥന്റെ ജഡത്തെ ചുമലിലെടുത്തു കൊണ്ടുപോയി ലങ്കാനഗരത്തിന്റെ കവാടത്തിൽ കിടത്തി മടങ്ങിയെത്തി. ലക്ഷ്മണൻ രാമപാദങ്ങളിൽ നമസ്കരിച്ച് വിവരങ്ങൾ അറിയിക്കുന്നു. ഈ അധ്യായത്തിൽ അധർമ്മവും അഹങ്കാരവും ഉള്ള രാക്ഷസ പ്രകൃതികൾക്ക് സർവനാശം ഉണ്ടാകുമെന്നും ധർമ്മിഷ്ഠരും ഈശ്വരനെ ശരണം പ്രാപിക്കുന്നവരും എന്തൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും വിജയം സുനിശ്ചിതമാണെന്നുമുള്ള സത്യം വെളിവാക്കപ്പെട്ടിരിക്കുന്നു. ജയ് സായിറാം. അനു, ഒരു 2 മിനിറ്റ് ആ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് വെക്കും. സായിറാം, വീഡിയോ ഓൺ ചെയ്താ 2 മിനിറ്റ് അവിടെ ഇരിക്കും കേട്ടോ. അതൊന്ന് ആയിക്കോട്ടെ. സായിറാം.
నారదుడు కూడాను అక్కడ ప్రవేశించాడు. Narada also was there. తనలో తాను అనుకుంటున్నాడు, He thought within himself, నారాయణ, ఈనాటికి నీ దర్శనం ఈ రూపంగా దర్శించిందాను, Narayana, I could see you in నేనెంత this form. ధన్యుడను అనుకున్నాడు. I am really great and fortunate. కానీ రాముడు అక్కడ ఒక చక్కని నాటకం ఆడుతూ వచ్చాడు. But Rama started enacting a drama there. ఆ రూము లోపల పండుకున్నాడు. He slept in that room. ఒక కాలును కాలు పైన వేసుకున్నాడు. He had got one leg over ఏదో another. నడిచి నడిచి వచ్చి నొప్పి కలిగినట్టుగా ఆ కాలును తాను ఒత్తుకుంటూ ఉన్నాడు. As if he was very much tired and there's pain in the legs, he started pressing there. తక్షణమే లోపలికి వెళ్ళి ఈ పాదసేవ నేను చేస్తున్నా అని అనుకుంటున్నాడు ఈ నారదుడు. Narada started feeling, why can't I press your feet? భగవంతుడు తన పాదసేవ తానే చేసుకుంటున్నాడా? God is just pressing his own ఏంటి నీ feet. లీల? What's all this? భగవంతుడా, నిన్ను కనుగొనటం ఎవరి తరము? Oh God, who can know you? నిన్ను గనుగొన్న కలమా, Can we know you? అణువు కంటే అతి సూక్ష్మ రూపుడవు, ఘనము కంటే అతి గణనీయుడవు. You are smaller than that of an atom and biggest of the big. 84 జీవముల అని ఎమ్మున నడబాయకుందువట, అణువురేణు తృణకాష్టము మొదలుగు అఖండ రూపుడవై వెలయుదుట, నిన్ను గనుగొన్న గల్లమా. You are always in the 84 lakhs of species of the beings around. అతి సూక్ష్మ రూపుడవు, You are subtler than the atom. ఘనము కంటే అతి గణనీయుడవు. You are the biggest of the big. 84 జీవముల 84 lakhs of అని ఎమ్మున beings. నడబాయకుందువట, You will always be with them. అణువురేణు తృణకాష్టము మొదలుగా Right from the atom to the అఖండ macrocosm. రూపుడవై వెలయుదుబట, నిన్ను గనుగొన్న గల్లమా. You are the cosmic form. Can we know you? సామాన్య మానవుల వలె సంచరిస్తున్నావు రామా. You are behaving like an ordinary one. സൈരം സങ്കീർത്തന വീഡിയോ ഓൺ ചെയ്തിട്ട് ഭജന പാടൂ. സായിരാം. രാമ ശ്രീരാമചന്ദ്ര ജയ ജയ ഒന്ന് പൊങ്ങിയിരിക്കണേ. രാമ ശ്രീരാമചന്ദ്ര ജയ ജയ രാമ കരുണാഭിരാമ കമനീയ നാമ കരുണാഭിരാമ കമനീയ നാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജയ രാമ കോദണ്ഡ രാമ പട്ടാഭിരാമ കോദണ്ഡ രാമ പട്ടാഭിരാമ ശരണാഗത പരിപാലന ശ്രീ ചരണാരാമ രാമ ശ്രീരാമ സായി രാമ സമര വിജയ രാമ സാകേത രാമ സമര വിജയ രാമ സാകേത രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജയ രാമ കരുണാഭിരാമ കമനീയ നാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജയ രാമ കോദണ്ഡ രാമ പട്ടാഭിരാമ ശരണാഗത പരിപാലന ശ്രീ ചരണാരാമ രാമ ശ്രീരാമ സായി രാമ സമര വിജയ രാമ സാകേത രാമ സമര വിജയ രാമ സാകേത രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജയ രാമ. നന്നായി മോളെ, താങ്ക് യു സായിരാം. അപ്പൊ നമുക്ക് ക്വിസിലേക്ക് പ്രവേശിക്കാം. റെഡിയാണല്ലോ? എല്ലാവർക്കും പറയാം, സങ്കീർത്തനയ്ക്കും അനുവിനും ആർക്കും വേണമെങ്കിലും ചേരാം. രാമന്റെ വാനര സേനയെ 4ആയിട്ട് വിഭജിച്ചു. ഏതൊക്കെ ഭാഗങ്ങളിൽ ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ?
പൂർവ്വദിക്കില് നളനും നീലനും, പടിഞ്ഞാറ് ഹനുമാൻ, ദക്ഷിണഭാഗത്ത് അംഗദനും സൈന്യവും, വടക്ക് ഭാഗത്ത് ഭഗവാൻ ആ, വിഭീഷണൻ, സുഗ്രീവൻ, ലക്ഷ്മണൻ. ആ. വാനരസേനയുടെ യുദ്ധ കാഹളം എന്തായിരുന്നു? രാമരാമ എന്നുള്ള നാമം. കറക്റ്റ്. രാമരാമ രാത്രിഞ്ചരന്മാരായ രാക്ഷസന്മാര് അകമ്പൻ അധികാരിയുടെ ഇരുട്ടത്ത് ജാലവിദ്യകൾ കാണിച്ചു. അപ്പൊ ശ്രീരാമൻ എന്ത് ചെയ്തു? ശ്രീരാമൻ ആഗ്നേയാസ്ത്രം ആ, അതെ. അപ്പൊ വെളിച്ചം പരന്നു. വെളിച്ചം പരന്നു. വെരി ഗുഡ്. മാല്യവാൻ ആരായിരുന്നു? കൈകസിയുടെ അച്ഛൻ, രാവണന്റെ ഭാര്യ, രാവണന്റെ മാതാമഹൻ. മാതാമഹൻ എന്ന് വെച്ചാൽ അമ്മയുടെ അച്ഛൻ. മാതാവിന്റെ. രാവണനോട് എന്താണ് മാല്യവാൻ പറഞ്ഞത്? ധാർമ്മികമായിട്ട് പല മാർഗങ്ങളും ഉപദേശിച്ചു രാവണനടുത്ത്. സീതയെ തിരിച്ചു കൊടുത്തിട്ട് ശ്രീരാമന് അഭയം പ്രാപിക്കാൻ. ഒന്നും കൂടെ പറഞ്ഞു. രാമൻ പുരുഷോത്തമനാണെന്നും ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപനെയും വധിച്ച അതേ രാമൻ തന്നെയാണ് ഈ രാമൻ എന്നും പറഞ്ഞു. മേഘനാഥൻ ആരായിരുന്നു? രാവണന്റെ മകൻ. രാവണന്റെ മകൻ മാത്രമല്ല, സൈന്യാധിപനായിരുന്നു. മേഘനാഥന് മറ്റൊരു പേരെന്താണ്? ഇന്ദ്രജിത്ത്. എന്തുകൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്നുള്ള പേര് വന്നത്? ഇന്ദ്രനെ ഇന്ദ്രനെ ജയിച്ചുകൊണ്ട്. മേഘനാഥൻ എന്നുള്ള പേര് വരാൻ കാരണം എന്താ? അതായത് ജനിച്ചപ്പോ കുഞ്ഞുങ്ങളെ കരയുമല്ലോ. ഈ കുട്ടി കരഞ്ഞപ്പോ മേഘങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദമായിരുന്നു. അതുകൊണ്ടാണ് മേഘനാഥൻ എന്നുള്ള പേര് കൊടുത്തത്. മേഘനാഥൻ ആരുമായിട്ടാണ് ഏറ്റുമുട്ടിയത്? ആരുമായിട്ടാ? ലക്ഷ്മണൻ. അതെ, പേടിക്കാതെ പറഞ്ഞോളൂ. മേഘനാഥൻ എന്ത് ആയുധം പ്രയോഗിച്ചാണ് ലക്ഷ്മണനെ ബോധഹീനനാക്കിയത്? ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രമല്ല, ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച ശക്തി എന്ന ആയുധം. അതായത് വേൽ. ശക്തി എന്ന വേൽ. ലക്ഷ്മണന്റെ ശരീരം എടുക്കാൻ ശ്രമിച്ചിട്ട് മേഘനാഥൻ പരാജയപ്പെട്ടത് എന്തുകൊണ്ട്? അനന്തന്റെ അവതാരമായതുകൊണ്ട്. അനന്തന്റെ അവതാരമായതുകൊണ്ട് ശ്രീരാമന്റെ അനുഗ്രഹം ലഭിച്ചവർക്ക് മാത്രമേ ലക്ഷ്മണനെ പൊക്കാൻ സാധിക്കുകയുള്ളൂ. ലക്ഷ്മണൻ രാമസവിധത്തിൽ എത്തിച്ചത് ആരാണ്? ഹനുമാൻ. എന്ത് ചെയ്തുകൊണ്ടാണ്? രാമനാമം ജപിച്ചുകൊണ്ട്. ജാംബവാൻ എന്താണ് ഉപദേശിച്ചത്? സുഷേൻ എന്ന വൈദ്യനെ കൊണ്ടുവരണം ലക്ഷ്മണന് ചികിത്സ ചെയ്യാൻ. സുഷേണൻ വിളിച്ചാൽ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഹനുമാൻ എന്ത് ചെയ്തു? ഗ്രഹത്തോടുകൂടി പൊക്കിയെടുക്കൊണ്ട് വന്നു. ഔഷധം കൊണ്ടുവരാൻ ആരാണ് പോകുന്നത്? ഹനുമാൻ. കാലനേമി രാവണനോട് എന്താണ് പറഞ്ഞത്? ഹനുമാൻ പോകുന്ന വഴിയിൽ അല്ല, കാലനേമി രാവണനോട് പറഞ്ഞത് രാമനെ ജയിക്കാൻ അസാധ്യമായതുകൊണ്ട് രാവണൻ രാമനെ അഭയം പ്രാപിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ കാലനേമി അവസാനം എന്താണ് ചെയ്തത്? സന്യാസ വേഷം ധരിച്ചിട്ട് ഇരിക്കും. സന്യാസ വേഷം ധരിക്കുകയും ജാലവിദ്യ കൊണ്ട് മനോഹരമായ ഉദ്യാനം, തടാകം, പിന്നെ ആശ്രമം ഒക്കെ ഉണ്ടാക്കി. ഔഷധത്തിന്റെ പേരെന്താണ്?
മൃതസഞ്ജീവിനി. ആ സന്താന ഏത് പർവ്വതത്തിലാണ്? വൃഷഭാദ്രി. ദ്രോണപർവ്വതം. ദ്രോണപർവ്വതത്തിലെ ദ്രോണപർവ്വതം. വൃഷഭാദ്രി. ഉം. ഹനുമാൻ വെള്ളം കുടിക്കാനായിട്ട് തടാകത്തിൽ പോയപ്പോ എന്ത് സംഭവിച്ചു? മുതല മുതല വന്ന് അയാളെ ആ കാല് അതെ, ആ കറക്റ്റ്. അപ്പൊ ഹനുമാൻ അതിനെ കൊന്നപ്പോ എന്തുണ്ടായി? അയാൾക്ക് ദിവ്യശാപമോക്ഷം ശാപമോക്ഷം കിട്ടി. ആ ശാപമോക്ഷം കിട്ടിയ ഗന്ധർവനായി. കാലനേമി ആരാണ്? ഗന്ധർവൻ. അയാളുടെ അനുജൻ. ഇന്ദ്രസദസ്സിലെ അയാളുടെ ഗന്ധർവൻ. സഹോദരനുമായിരുന്നു. പിന്നെ ശാപം ലഭിച്ച ഗന്ധർവനുമായിരുന്നു. എന്തായിരുന്നു അയാളുടെ ശാപമോക്ഷം? ദുർവാസാവ് ഹനുമാനാല് ആ ഇന്ദ്രസഭയിലെ ഗന്ധർവന്മാരായിരുന്നു ഇവര്. ദുർവാസാവിന്റെ ശാപം കൊണ്ട് കാലനേമിയായും മുതലയായും വന്നു. പക്ഷേ ശാപമോക്ഷം എന്തായിരുന്നു? ഹനുമാന്റെ കൈകളാല് അതെ, ഹനുമാന്റെ കൈ കൊണ്ട് മരിക്കുമ്പോ ശാപമോക്ഷം ധരിക്കും. ദ്രോണപർവ്വതത്തിലെത്തി ഹനുമാൻ എന്തു ചെയ്തു? പർവ്വതം തന്നെ എടുത്തു വന്നു. തിരിച്ചറിയാതെ എന്തുകൊണ്ട്? മരുന്ന് ഏതെല്ലാന്ന് മനസ്സിലാവാത്തോണ്ട്. മരുന്ന് മനസ്സിലായില്ല, ഏതാണ് സസ്യം എന്ന് മനസ്സിലായില്ല, അതുകൊണ്ട് മലയോടെ എടുത്തുകൊണ്ട് വന്നു. അയോധ്യയുടെ മുകളിലൂടെ പറക്കുമ്പോൾ എന്തുണ്ടായി? ചന്ദ്രിക നടക്കുന്നതുകൊണ്ട് ഭരതന്റെ ബാണമേറ്റ് താഴെ വീണു. താഴെ വീണപ്പോ എന്ത് പറഞ്ഞുകൊണ്ടാണ് താഴെ വീണത്? ലക്ഷ്മണനെ രക്ഷിക്കാം. രാമനാമം പറഞ്ഞു. അതുകൊണ്ട് അപ്പം രാമന്റെ ഭക്തനാണെന്ന് മനസ്സിലായപ്പോ ഭരതൻ എന്ത് ചെയ്തു? കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഭരതൻ ചോദിച്ചപ്പോ അല്ല, ഭരതൻ പറഞ്ഞത് ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയിൽ കൂടി ഞാൻ, അതായത് ഭരതൻ രാമനെ ആരാധിക്കുകയും ആ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഹനുമാന് അദ്ദേഹത്തിന്റെ ആരോഗ്യം തിരിച്ചു നൽകണം. അപ്പൊ ഹനുമാൻ ആരോഗ്യം തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. ഹനുമാനിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എന്തുണ്ടായി? വേഗം പോകാൻ പറഞ്ഞു ലക്ഷ്മണന്. ഭരതൻ പറഞ്ഞു വേഗം പോവാൻ. സുമിത്ര പറഞ്ഞു രാമന്റെ സമീപത്തേക്ക് പോവാൻ ശത്രുഘ്നനോട് പറയുന്നു. പക്ഷെ ഭരതൻ അത് അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? രാമന്റെ പോയാല് അതെ അതെ, രാമന്റെ കൽപ്പന ലഭിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ദ്രോണപർവ്വതത്തിൽ നിന്നും കൊണ്ടുവന്ന 4 ഔഷധങ്ങൾ എന്തൊക്കെയായിരുന്നു? ശല്യകരിണി, സന്ധാനകരിണി, സമ്പൂർണകരിണി, സഞ്ജീവന കരണി. ഓക്കെ. മരിച്ചു വീണ വാനരന്മാർ ജീവിച്ചത് എങ്ങനെ? ഔഷധ സസ്യങ്ങളുടെ അതെ, കാറ്റ് ഏറ്റത്. സുഷേണ്ടന് നന്ദി പറഞ്ഞിട്ട് ഹനുമാൻ എന്ത് ചെയ്തു? അയാളെ അദ്ദേഹത്തിന്റെ ഭവനം പൂർവസ്ഥിതിയിൽ എത്തിക്കുകയും ഈ മല കൊണ്ട് സുഷേണന്റെ ഗ്രഹത്തിനടുത്ത് വെക്കുകയും ചെയ്തു. സഞ്ജീവനഗിരിയെ സുഷേണന്റെ ഭവനത്തിനടുത്ത് സ്ഥാപിച്ചു. ഹനുമാനും അംഗദനും ആരെയൊക്കെയാണ് വധിച്ചത്? ഹനുമാൻ ധൂമ്രാക്ഷൻ, അംഗദൻ അവംബനി. രണ്ടുപേരും രാവണന്റെ മക്കളാണ്. രാവണന്റെ സൈന്യത്തിലെ പ്രധാനികൾ 6ാമത്തെ ദിവസം കൊല്ലപ്പെട്ടു. ആരൊക്കെയാണെന്ന് അറിയാമോ? കുംഭകർണന്റെ മക്കൾ. അതെ, കുംഭകർണന്റെ പുത്രന്മാരായ കുംഭനും നികുംഭനും. പിന്നെ രാവണപുത്രനായ മഹോദരൻ ഹനുമാനാണ് വധിച്ചത്. പിന്നെ നീലൻ പ്രഹസ്തനെ വധിച്ചു.
പ്രഹസനം രാവണപുത്രനാണ്. ലക്ഷ്മണൻ ആരെയാണ് വധിച്ചത്? ലക്ഷ്മണൻ ആരെയാണ് വരുന്നത്? മകരാണ്. ആ, മകരാക്ഷൻ. അതെ. രാക്ഷസന്മാരെ ഉണർത്തിയപ്പോ കുംഭകർണൻ രാവണനോട് എന്ത് പറഞ്ഞു? കുംഭകർണൻ മക്കള് മരിച്ചറിഞ്ഞേരം പെട്ടെന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറായി. അതായത് കുംഭകർണൻ പറഞ്ഞു, സീത വിശ്വമാതാവായ സീതയെ അപഹരിച്ച് വലിയ അധർമ്മമാണ്, മഹാപാപമാണ് രാവണൻ ചെയ്തത്. നിന്ദയായ ശൂർപ്പണഖയുടെ വാക്ക് കേട്ട് നിന്റെ വിവേകം ത്യജിച്ച് നീ കർമ്മങ്ങളുടെ ഫലമായിട്ട് ലങ്കയ്ക്ക് തന്നെ കൊടും വിപത്താണ് വരുത്തി വെച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്നിട്ടും കുംഭകർണൻ പറഞ്ഞു, എന്നാലും ഞാൻ നിന്റെ അനുജനായതുകൊണ്ട് നിന്റെ കൂടെ ഞാൻ യുദ്ധത്തിന് തയ്യാറായി വരും. കുംഭകർണൻ യുദ്ധക്കളത്തിലെത്തിയപ്പം വിഭീഷണൻ എന്ത് ചെയ്തു? വിഭീഷണൻ വന്ന് പാദത്തിൽ നമസ്കരിച്ചിട്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് ഓടിച്ചെടുത്തതുകൊണ്ട് നാലമാക്കന്മാരുമായിട്ട് വന്നു ശരണം പ്രാപിച്ചു രാമൻ. കുംഭകർണൻ എങ്ങനെയാണ് വിഭീഷണനെ ആശ്വസിപ്പിച്ചത്? നന്നായി, നല്ല കാര്യമാണ് ചെയ്തത്. കാരണം രാവണന്റെ മുകളിൽ മൃത്യുവിന്റെ നിഴൽ വീണ് കഴിഞ്ഞു. രാവണൻ മരിച്ചേ തീരൂ. അപ്പൊ രാക്ഷസവംശത്തെ രക്ഷിക്കുകയാണ് വിഭീഷണൻ ചെയ്തത് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കും. മാത്രമല്ല രാമനെ പൂർണ്ണ ഭക്തിയോടെ സേവിക്കുവാനും പറയും. ആരാലും പരാജയപ്പെടുത്താനാകാത്ത കുംഭകർണനെ രാമൻ വധിച്ചപ്പോൾ എന്തുണ്ടായി? രാമനോട് ഭയങ്കര സത്യഭാമ പറയും. ദിവ്യ തേജസ് കുംഭകർണിൽ നിന്ന് ഉത്ഭവിച്ച് രാമനിൽ ലയിച്ചു. അതെ. മേഘനാഥൻ തന്റെ ഇന്ദ്രജാലം കൊണ്ട് ഹനുമാൻ എന്താണ് കാണിച്ചു കൊടുത്തത്? സീതയെ തുണ്ടം തുണ്ടമായി മുറിക്കുന്നതും വലിച്ചെറിയുന്നതും. അത് കണ്ടപ്പോ ഹനുമാൻ പോലും പേടിച്ചുപോയി, സങ്കടപ്പെട്ട് നിരാശനായിട്ട് വരികയാണ് ശ്രീരാമന്റെ അടുത്തേക്ക്. അപ്പൊ വിഭീഷണൻ എന്ത് പറഞ്ഞു? അത് രാക്ഷസന്മാരുടെ കുബുദ്ധിയാണെന്ന്. അത് രാക്ഷസന്മാരുടെ സൂത്രപ്പണിയാണ്. രാവണനല്ലാതെ വേറെ ഒരാളും അശോകവനിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ശ്രദ്ധയുണ്ടായിരുന്നു രാവണന്, മനസ്സിലായില്ലേ? മേഘനാഥൻ പിന്നെ എന്താണ് ചെയ്തത്? എങ്ങനെയാണ് യുദ്ധം ചെയ്തത്? മായാവിയല്ലേ, മറഞ്ഞു നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അയാളെ ആർക്കും കാണാൻ പറ്റില്ല, അയാൾക്ക് എല്ലാരെയും കാണാം. അതുകൊണ്ട് എന്ത് ചെയ്തു? നാഗാസ്ത്രം അയച്ച് രാമനെ ബന്ധിച്ചു, രാമലക്ഷ്മണനെ ബന്ധിക്കും. മേഘനാഥന്റെ യജ്ഞത്തെ മുടക്കുവാൻ രാമൻ ആരെയാണ് നിയോഗിച്ചത്? അങ്കദനെയും ഹനുമാനെയും. അതെ, അങ്കദനെയും ഹനുമാനെയും. മേഘനാഥൻ തോൽപ്പിക്കാൻ രാമൻ ആരെയാണ് നിയോഗിച്ചത്? ലക്ഷ്മണനെ. ലക്ഷ്മണനെ. ലക്ഷ്മണൻ അദൃശ്യനായി പല രൂപങ്ങൾ ധരിച്ച് യുദ്ധം ചെയ്യുന്ന മേഘനാഥനെ ഒടുവിൽ എങ്ങനെയാണ് വധിച്ചത്? പറഞ്ഞു നിന്നിട്ട് ശ്രീരാമനെ പ്രാർത്ഥിച്ച്, അതായത് തന്റെ വില്ലിൽ പവിത്രങ്ങളായ അസ്ത്രങ്ങൾ തൊടുത്തിട്ട് രാമന്റെ ശക്തി അതിലേക്ക് ആവാഹിക്കും. രാമന്റെ ശക്തി ആവാഹിച്ച് മേഘനാഥൻ ഏത് രൂപത്തിലായാലും അത് വധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അയക്കും. അങ്ങനെയാണ് മേഘനാഥനെ വധിക്കുന്നത്. ശരിക്കും രാമന്റെ ശക്തിയാണ് ലക്ഷ്മണൻ പ്രയോഗിക്കുന്നത്. മേഘനാഥന്റെ ജഡം എവിടെയാണ് കൊണ്ട് കടത്തിയത്? കവാടത്തിൽ. ആരാണ് കൊണ്ടുപോയത്? ഹനുമാൻ. അത് ഇന്ന് ആ അധ്യായത്തിലെ ക്വിസ് തീർന്നു. നന്നായിട്ടല്ല രണ്ടുപേരും ഉത്തരം പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അനു സമസ്ത ലോക പറഞ്ഞോളൂ.
സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിറാം. സായിറാം. സൈറാം. സായിരാം. സായിരാം. സായിരാം.